2025 നിങ്ങൾ ഐഫോൺ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്പിൾ ഇവന്റിന് ശേഷം നമുക്ക് തീരുമാനിക്കാം 17 എടുക്കണോ അല്ലെങ്കിൽ 16 എടുക്കണോ, അല്ലെങ്കിൽ ഇനി 17 പ്രോ എടുക്കണോ 16 പ്രോ എടുക്കണോ, അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസറാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് 2025 ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഐഫോൺ ഏതാണെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ അതെന്തുകൊണ്ടാണെന്ന് കൂടെ നമുക്ക് നോക്കാം. സോ നോർമലി നമുക്ക് വരുന്ന പോലെ തന്നെ 17 പ്രോ ഇറങ്ങിയിട്ടുണ്ട്, പ്രോ മാക്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്ലസിന് പകരം നമുക്ക് ഐഫോൺ എയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലിം ആയിട്ടുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നോർമൽ 17 ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു ഐഫോൺ 17 നിങ്ങൾ പ്രോ മോഡൽസിലേക്ക് നോക്കുന്നില്ലായിരുന്നോ? നിങ്ങളൊരു 17 അല്ലെങ്കിൽ 17 ഇറങ്ങിയിട്ട് അത്ര പോരാന്നുണ്ടെങ്കിൽ 16 അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസ് ആണ് ഈ ഒരു ഈവെന്റിൽ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐഫോൺ 17 അല്ലെങ്കിൽ ഐഫോൺ 17 പ്രോയും തമ്മിൽ ഒരുമാതിരിപ്പെട്ട ഡിഫറൻസുകളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ സെയിം എന്ന് തന്നെ പറയാം. ബെസൽസിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, സ്ലിം ബെസൽസ് ആയിട്ടുണ്ട്. നേരത്തെ പോലെ നമുക്ക് 16 പ്രോയിൽ വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ 17 പ്രോയിൽ ഇപ്പം വന്നിരിക്കുന്ന പോലെ തന്നെ 6.3 ഇഞ്ച് സെയിം ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ ടെക്നോളജി വന്നിട്ടുണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ പ്രൈസിങ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 16 ഇറങ്ങിയതിനേക്കാളും ജസ്റ്റ് ഒരു 3000 രൂപ മാത്രമേ നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഐഫോൺസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 256 GB-യിലാണ്, 128 അല്ല. ഇതെല്ലാം നമുക്ക് 17-ൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു 17 പ്രോ എടുക്കാം, നമുക്ക് പ്രോ മോഡൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ സേവ് ചെയ്തിട്ട് 17-ലേക്ക് തന്നെ പോവാം. ഒരുമാതിരിപ്പെട്ട സാധാരണ നമുക്കൊരു നോർമൽ യൂസറിന് കിട്ടുന്ന വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പ്രോയിൽ ലഭിച്ചിരുന്ന എല്ലാം തന്നെ നമുക്കിപ്പം ഐഫോൺ 17 തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഐഫോൺ 16 എടുക്കാതെ എപ്പോഴും ഐഫോൺ 17 തന്നെ എടുക്കുന്നതാണ് നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 17 പ്രോയും 17 നമ്മൾ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഫ്രണ്ട്ലി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ബാക്കിലെ ഡിസൈനകത്ത് 17 പ്രോയ്ക്കകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. ബോഡിക്കകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, രണ്ടും അലൂമിനിയം ഫ്രെയിം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സെറാമിക് ഷീൽഡ് പ്രോയുടെ ബാക്ക് സൈഡ് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ ഇവിടെ നോർമൽ ഗ്ലാസ് തന്നെയാണ്. നോർമൽ ഐഫോണിൽ നോർമൽ ഗ്ലാസ് ആണ്, സെറാമിക് ഷീഡ് വരുന്നില്ല. അതുപോലെ പ്രോ ചിപ്സെറ്റാണ് നമുക്ക് 17 പ്രോയിൽ വരുന്നത്, നോർമൽ ചിപ്സെറ്റാണ് ഇവിടെ വരുന്നത്. വീഡിയോ പ്ലേ ബാക്ക് രണ്ടും ഏകദേശം സെയിം ആണ്. രണ്ടിൻ്റെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെ. പിന്നെ ഫ്രണ്ട് ക്യാമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്. 80 മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ക്യാമറ ടെലിഫോട്ടോ ലെൻസ് കൂടുതലുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ 48 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ക്യാമറയുള്ളൂ, രണ്ട് നമുക്ക് 40 മെഗാ പിക്സൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടിനും ക്യാമറ ക്വാളിറ്റി ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും വരിക. പിന്നെ പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് ഡിഫറൻസ് വല്ലതും വന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ USB കുറച്ചും കൂടെ ഫാസ്റ്റ് സ്പീഡിലുള്ള USB ആണ് നമുക്കിവിടെ പ്രോയിൽ കിട്ടുന്നത്. അത് നമുക്ക് 17 നമുക്ക് നോർമൽ USB തന്നെയാണ് കിട്ടുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 256 GB-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടും. ഡിസ്പ്ലേയുടെ കാര്യം ഇവിടെ നോക്കുവാണെങ്കിൽ സെയിം ഡിസ്പ്ലേ ആണ് നമുക്ക് രണ്ട് ഫോണിലും വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വെയിറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോ മോഡൽസിന് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്, ഇവിടെ കുറച്ച് വെയിറ്റ് കുറവുണ്ട്. ബാക്കി സൈസും ചെറിയ വ്യത്യാസങ്ങളൊക്കെ തന്നെ നമുക്ക് സൈസിനും ഒക്കെ വിഡ്ത്തിനും ഒക്കെ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും പവർ നമുക്ക് ഇപ്പം 30 മിനിറ്റ്സിൽ നമുക്ക് 20 മിനിറ്റ്സിൽ നമുക്ക് 40 വാട്ട് അഡാപ്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ 50% ചാർജ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ അതേപോലെ തന്നെ സെയിം 40 വാട്ട് അവേഴ്സിൽ 50% അതും നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് 16 സംബന്ധിച്ചോളം നോക്കുവാണെങ്കിൽ ഒരു അപ്ഗ്രേഡ് ആണ് വരിക. ഇവിടെ നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ 17 ആണ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത്. ഇനി നമുക്ക് 16 ഇപ്പം നിങ്ങൾ 16 എടുക്കാൻ വേണ്ടി പ്ലാൻ 16 കുറച്ചുകൂടെ വില കുറഞ്ഞ് ഇനിയും കിട്ടും. എന്നിരുന്നാൽ കൂടി ഫ്രണ്ടിലെ ലുക്ക് വെച്ച് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പ്രൊമോഷൻ ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് 17 കിട്ടുന്നുണ്ട്. സോ ഇനി നിങ്ങൾ ഫ്രഷ് ഒരു ഐഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം 16 എടുക്കേണ്ട കാര്യമില്ല, 17 തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു 10-15,000 രൂപ കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾ 17 തന്നെ എടുക്കുക. ഐഫോണിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടണം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനത്തെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 17 തന്നെ ഇനി നോക്കുക. ഇനി നിങ്ങൾക്ക് 16ലേക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം വേറെ ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് സെക്കൻഡൊക്കെ ഇനിയിപ്പോൾ 16 നല്ല വില കുറവ് കിട്ടും. കാരണം 17ലേക്ക് ഒരുപാട് പേര് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ 16 ഒരുപാട് പേര് വിറ്റ് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ OLX-ലും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രൈസിങ്ങിൽ നമുക്ക് 16 കിട്ടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ എടുക്കുവാണെങ്കിൽ 16 എടുക്കുക. ഫ്രഷ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ 17 തന്നെ എടുക്കുക, 16ലേക്ക് പോകേണ്ട കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതാണ്, 17 തന്നെ എടുക്കുക. ഇപ്പം
പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോ മോഡൽസ് തന്നെ എടുത്തു. ഇനി അഥവാ ഇനിയിപ്പോൾ നിങ്ങൾ പ്രോ എടുക്കണം, ഇപ്പം കുറച്ച് EMI ഒക്കെ കൂടുതലിട്ട് പ്രോ എടുക്കണം വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ 17 തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് പൈസയും ലാഭിക്കാം, അതേപോലെ ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.